സ്പോട്ട് ലൈവ് തുടരുന്നു. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനംനൊന്ത് നാൽത്തടുക്ക സ്വദേശിനി നസീബത്ത് ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്ത് പോലീസ്. ചികിത്സിച്ച ഡോക്ടർ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ 30ഓളം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. വിദേശത്തായിരുന്ന യുവതിയുടെ ഭർത്താവ് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇയാളെ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ വീട്ടുകാർക്കും അയൽവാസികൾക്കുമെതിരെയാണ് യുവതിയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് വീണ്ടും കെ.ബി. ബൈജു ചേരുന്നു. ബൈജു, തുടക്കത്തിൽ ഈ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെയായിരുന്നു ഈ ജസീലയുടെ ആരോപണം, ജസീലയുടെ പരാതി എങ്കിൽ പക്ഷെ വിശദമായി നടത്തിയ അന്വേഷണത്തിൽ ആൺസുഹൃത്തിലേക്ക് അന്വേഷണം എത്തുന്നു. ഇപ്പോൾ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട്, ജസീലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ഇതുവരെയും ലഭിച്ചിരിക്കുന്നത്? ടോമെ, പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ജസീലയെ ചികിത്സിച്ച ഡോക്ടർ, അതോടൊപ്പം സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇങ്ങനെ 30ഓളം പേരുടെ ചോദ്യം ചെയ്യാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇതിന് ഏറ്റവും നിർണായകമാവുക ഇതിൽ ഈ ആൺ സുഹൃത്തും അതുപോലെ തന്നെ ആൺ സുഹൃത്തിന്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യുന്നതായിരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിൽ തന്നെ ഈ ജസീലയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. അദ്ദേഹം കൂടി ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ അമീർ എന്ന് പറയുന്ന ഇയാളെ കൂടി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഈ കുടുംബത്തിൽ നിന്നും, അതായത് ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ നീതി ലഭിച്ചില്ല, താൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് ജസീല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ, കാരണം ഇവർ അവസാന നിമിഷം വരെ സംസാരിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളും, അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് ഇതിൽ ചോദ്യം ചെയ്തറിയാം. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണമായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം. അതേതായാലും പോലീസ് ഇതുവരെ നടത്തിയിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. 30ഓളം പേരെ ഇതിനോടകം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാരണം ജസീലയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രചരണം നാട്ടിലുണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം പോലീസിന് ഒരു വ്യക്തത വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം, ആദൂർ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ 9.5 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് അയൽവാസി, അതായത് ആൺസുഹൃത്തിന്റെ രക്ഷിതാക്കൾ നൽകിയ പരാതി, അത് വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ ഒരു പരാതി സത്യമാണോ, അതല്ല ജസീലയെ കൊടുക്കാൻ ഇത്തരത്തിൽ ഉണ്ടാക്കിയ ഒരു പരാതിയാണോ, ഇതിൽ മറ്റെന്തെങ്കിലും വിരോധം ഇവർക്കുണ്ടോ? ഏതായാലും അത്തരം നിർണായകമായ വിവരങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ പല കാര്യങ്ങളും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതിൽ പ്രധാനമാവുക ആൺസുഹൃത്തിനെയും അവരുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യുന്നത് തന്നെയായിരിക്കും. പോലീസ് ആ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഏതായാലും വിദ്യാനഗർ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ ആദൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർക്ക് നേരിട്ട ദുരനുഭവം, കാരണം ഇവർ നിരപരാധിയാണെന്ന് പലതവണ പറഞ്ഞിട്ടും കേൾക്കാൻ തയ്യാറായില്ല. ഇവർ ഒരു പരാതി നൽകാൻ അവിടെ തയ്യാറായപ്പോൾ അത് വാങ്ങാൻ പോലും പോലീസ് തയ്യാറായില്ല. ഇത്തരം നിരവധി ആരോപണങ്ങൾ ഇവരുടെ ആ വീഡിയോയിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. അതിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതിലൊരു കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. എന്താണ് ജസീല ഈ ജീവനൊടുക്കാനിടയായ സാഹചര്യം, ആരുടെയൊക്കെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദമുണ്ടായി, ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ജസീലയെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നോ, അത്തരം കാര്യങ്ങളെയാണ് വളരെ ഗൗരവത്തോടുകൂടി പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും അതൊരു കള്ളക്കേസായിരുന്നോ ബൈജു? യഥാർത്ഥത്തിൽ ഈ ആൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്നും അത്രയധികം സ്വർണം മോഷണം പോയിരുന്നോ, അതോ ജസീലയെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള നീക്കമായിരുന്നു അത്? ടോമെ, ഇതിൽ ആദൂർ പോലീസ് മണിക്കൂറുകളോളം ജസീലയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജസീലയ്ക്ക് ഈ കേസുമായി, അതായത് ഈ സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ പോലീസ് പറഞ്ഞേക്കുന്ന സാഹചര്യമാണത്. അപ്പോൾ ഈ 9.5 പവൻ ഇവരുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എങ്ങോട്ട് പോയി, അതിലേക്ക് ആരാണ് ആ സ്വർണം മോഷ്ടിച്ചത്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമാവുക. ഏതായാലും ഈ ആൺ സുഹൃത്തിനെ സംബന്ധിച്ചും അന്വേഷണം വളരെ ഊർജ്ജമായി നടക്കുന്നുണ്ട്. ഇതിൽ ആൺ സുഹൃത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പരാമർശവും ഈ ജസീല വീഡിയോയിൽ നടത്തിയിട്ടില്ലെങ്കിലും നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്
ജസീലയുടെ 2.5 പവനോളം സ്വർണം ഈ ആൺ സുഹൃത്ത് വാങ്ങിയിരുന്നു. നേരത്തെ ചില ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കച്ചവട ആവശ്യങ്ങൾ കച്ചവടം നടത്തുന്ന ആ കടയുടെ ആവശ്യത്തിന് വാങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സ്വർണം ഈ ആൺ സുഹൃത്തിന്റെ വീട്ടിലെ അച്ഛനും അമ്മയുടെയും രക്ഷിതാക്കളുടെ സ്വർണം മോഷ്ടിച്ചത് ആരാണ്? അത് ഏറ്റവും നിർണായകമാണ്. അവിടെ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്വർണം മോഷ്ടിച്ചത് ആരാണ്? എന്തിനാണ് ആ കുറ്റം ജസീലയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചത്? എന്തായാലും അത്തരം കാര്യങ്ങൾ പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇത് ഏതായാലും പോലീസിന് വളരെ വേഗത്തിൽ തന്നെ ഇതിലൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ നമ്മോട് പങ്കുവച്ചത്. അന്വേഷണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ നിർണായകമാവുക ഈ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഇതിൽ നിർണായകമാവുക. ജസീല അതിൽ ഒരു വാക്കുപോലും കുറ്റപ്പെടുത്തി ആൺ സുഹൃത്തിനെ പറയുന്നു. ഇതുവരെയും ആർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടില്ലേ? കാരണം ഇവിടെ ഭർത്താവിന്റെ മാതാവിനുമെതിരെ ആ വീഡിയോയിൽ കൃത്യമായ പരാമർശങ്ങൾ ജസീല നടത്തിയിരുന്നു. പക്ഷെ അവിടെ ഈ ആൺ സുഹൃത്തിനെയോ കുടുംബത്തിനെയോ സംശയനിലയിൽ നിർത്തിയിരുന്നില്ല. പിന്നെ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പോലീസിനൊരു സംശയം തോന്നിയത്? ഇതൊരു കള്ളക്കേസാകാം, ആൺ സുഹൃത്തിൻ്റെ ചതിയാകാം ഇതിന് പിന്നിൽ എന്ന് പോലീസിനൊരു സംശയം തോന്നാനുള്ള സാഹചര്യം എന്താണ്? അങ്ങനെയെങ്കിൽ ഇത് ഈ അന്വേഷണത്തിൻ്റെ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ആർക്കെങ്കിലും ഇതിനെ നടപടിയെടുക്കേണ്ട, കേസെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്? ഒരു കണ്ടെത്തലുകൾ പോലീസിന് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ടോമെ, ഇതിൽ ഏറ്റവും പ്രധാനം ജസീല ആശുപത്രിയിൽ ഇത്തരത്തിൽ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ മജിസ്ട്രേറ്റിനൊരു മരണമൊഴി നൽകിയിട്ടുണ്ട്. അതിൽ ജസീല കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ജസീലയുടെ ആ വീഡിയോ അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. കാരണം അതൊരു മരണമൊഴിയായി തന്നെ കണക്കിലെടുക്കാവുന്ന ഒരു തെളിവുകൾ തന്നെയാണ്. അതിൽ കൃത്യമായി അവർ പറയുന്നുണ്ട്, ഭർത്താവിന്റെ വീട്ടിൽ നിന്നും വലിയ തോതിൽ ഒറ്റപ്പെടലുണ്ടായി, കുറ്റപ്പെടുത്തലുണ്ടായി, അയൽവാസിയിൽ ഭാഗത്തു നിന്നും വലിയ തോതിൽ ഈ മാല മോഷ്ടിച്ചു എന്ന അല്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചു എന്ന ആരോപണമുണ്ടായി. ഇതെല്ലാം തന്റെ മാനസിക വിഷമത്തിലാക്കി. അതോടൊപ്പം ആദൂർ പോലീസ് സ്റ്റേഷനിലെ കൃത്യമായി അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിനപ്പുറം ഈ വീഡിയോ തെളിവ് അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി ഇത് പ്രകാരം ഇതുവരെ ഏതെങ്കിലും ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. പക്ഷെ പോലീസ് പറയുന്നത് ഇതിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തി പ്രതികളിലേക്ക് എത്താൻ ശ്രമിക്കുന്നു എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ സ്വർണം മോഷണം പോയി എന്ന് പറയുന്ന ഒരു കഥയാണോ, അതല്ല ഈ സ്വർണം മോഷ്ടിച്ചത് ആരാണ് ഈ സ്വർണം മോഷ്ടിച്ചത്, ആ സ്വർണം മോഷണം എന്തിനാണ് ഈ ജസീലയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത്? മാത്രമല്ല ഈ ആൺ സുഹൃത്തിനെയും ജസീലയെയും ചേർത്ത് അപവാദ പ്രചരണങ്ങൾ നാട്ടിൽ ഇത്തരത്തിൽ വലിയ തോതിൽ നടത്തിയത് ആരാണ്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോലീസിനെ ഇതിൽ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരുടെയെങ്കിലും പേരിൽ കേസ് എടുത്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാതെ ഇതിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ ശ്രമിക്കില്ല എന്നാണ് നമ്മളെ മനസ്സിലാക്കുന്നിടത്തോളം. വിദ്യാനഗർ പോലീസ് ഷൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തമാണ്. കെ ബി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കൃത്യമായ കാരണം കണ്ടെത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇങ്ങനെയൊരു ജസീലെ കള്ളക്കേസിൽ കുടുക്കിയതാണോ, കള്ളിയാക്കാൻ ശ്രമിച്ചതാണോ, ഈ അപവാദ പ്രചരണം നടത്തിയതിന് പിന്നിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.